ഇബ്രാഹിം ഹാജി വരുന്നുണ്ട്. ഇനിയിപ്പോ കാർ എടുത്തതിനെ പറ്റി അയാൾക്ക് മഹിമ അങ്ങനെ പറയാനുണ്ടാവും. എല്ലപ്പോ ആചാര്യ എന്താ വണ്ടിയൊന്നും ഇല്ലാതെ അങ്ങനെ നടന്നിട്ട്? അതിപ്പോ ഇന്നലെ ഞാൻ പുതിയ മോഡല് ബെൻസിന്റെ ഇലക്ട്രിക് കാർ എടുത്തല്ല, അതിന്റെ ഇൻസ്റ്റലേഷന് ആൾക്കാർ ഇങ്ങോട്ട് വരാറിഞ്ഞിരുന്നു. ഓരോ ഇങ്ങോട്ട് തെരഞ്ഞിങ്ങോട്ട് ഇറങ്ങിയതാ. എനിക്ക് പേരറിയില്ലല്ലോ. നമ്മൾ ഐദുറോ അല്ലത്? ഐദുറോ ഐദുറോ ഇന്നോടന്നാ. ഇജേ എന്റെ മോളെ കല്യാണത്തിന് പണ്ടാരിക്ക് കൊടുക്കാനാന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഒരു 10,000 റുപ്യ വാങ്ങിന്നല്ലോ. അത് തരേണ്ട ദിവസമൊക്കെ കഴിഞ്ഞല്ലോ. എവിടെയാ പൈസ? എവിടെ? അത് ആചാര്യ പിന്നെ ഇപ്പോ പണിയും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ കഷ്ടപ്പാടിലാണ്. പിന്നെ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനം മുഴുവൻ കൊടുക്കാത്തതിന്റെ പേരിൽ പെണ്ണിനാണെങ്കിൽ പരി കൊടുനാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടിലാണ്. അതൊന്നും എനിക്കറിയണ്ട. നാളെ ഈ നേരം ആകുമ്പോഴത്തേന് എന്റെ കായിന്റെ പരി കിട്ടണം. അതല്ലെങ്കിൽ ഇബ്രാഹിം ആരാന്തി ചാറി. എവിടെയാണ് ചെങ്ങായി? എന്നെ കാത്തല്ല ഈ നിക്കണത്. അത് അതിലല്ല, അതിന്റെ എങ്ങേപ്പുറത്തെ വഴിക്കൂടി ഇടുവാ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എത്ര നേരമായി? നിങ്ങളല്ലാതെ അയാളെ പൈസ കടം വാങ്ങും? അതാടാ, കല്യാണത്തിന് അന്ന് അയാൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു 10,000 റുപ്യ തിന്നുങ്ങാണ്ട് അത് ഈ കല്യാണത്തിന്റെ ആവശ്യത്തിന് എടുത്തോന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാൾ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഞാനത് കടാണെന്ന് അറിയുന്നത്. നാളേക്കൊക്കെ ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തും കിട്ടുന്നു. എന്റെ പടച്ച തമ്പുരാൻ. ഹൈദരാക്ക ഒന്ന് പടന്താണ് എന്ത് മനസ്സൂറേ? പിന്നെ എനിക്ക് വലിയ ആവശ്യമില്ലാത്ത ഒരു 10 റുപ്യന്റെ അടുത്തുണ്ട്. അത് ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ കായ് കിട്ടുമ്പോ അത് തിരിച്ചു തന്നാ മതി. എടാ വലിയ ഉപകാരമായടാ. പടച്ചോൻ എന്നെ കുഴക്കൂല. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഹൈദരാക്ക നിങ്ങൾ എങ്ങോട്ട് പോണ്? ഞാനിമ്മളെ ആചാര്യക്ക് ആ പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതെന്തിയേ? ആചാര്യ മരിച്ചില്ലേ? അറ്റാക്ക് ആയിരുന്ന പറഞ്ഞിട്ടില്ലേ? പടച്ചമ്പുരാനെ, ഇന്നലെ വരെ എങ്ങനെ നടന്നീ ആളേന്. ഇത്ര ഉള്ളു മനുഷ്യന്മാരുടെ കാര്യം. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഹൈദരാക്ക അങ്ങോട്ട് കേറിയിരിക്കേ. ഇല്ല, ഞാൻ ഇരിക്കണില്ല. ഞാനേ ബാക്കി ലേശം പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അതേറ്റും വന്നതാണ്. അല്ല ഹൈദരാക്ക, അത് നിങ്ങൾ തന്നെ അവിടെ വെച്ചോളി. ആ മരിക്കണ ദിവസം പൈസ ചോദിച്ചു കണ്ട് നിങ്ങളോട് പ്രസന്റ് ആക്കിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. ഇപ്പൊ ഈ പൈസന്റെ അവകാശികൾ ഞങ്ങളാണ്. ഞങ്ങൾ ഈ പൈസ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നു. ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെ ആഖിറത്തിലൊരു ഇളവ് കിട്ടുമെങ്കിലും നിങ്ങൾ ദുആ ചെയ്യണം. മരിച്ചു പോകുമ്പോൾ 3 വർഷം തുണിയെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള നമ്മുടെ